പഴയ കാലത്ത് കുന്നും മരമും ചെടിയും ഇല്ല. ആനയും പുലിയും കരടിയും ശിവകവും ഇല്ല കൈരൈ. എവിടെയും തണ്ണി ഇല്ല കൈരൈ. ഇതെല്ലാം ദൈവം ആഗ്രഹിച്ച മാതിരി ഉണ്ടാക്കിയത് കൈരൈ. ദൈവം പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാകുന്നത് കൈരൈ. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായി. കഷമം ആറും തോടും ഒക്കെ ഉണ്ടാക്കിയ ദൈവം, നെല്ല മണ്ണൊക്കെ ഉണ്ടാക്കിയത് ദൈവമാണ്. ദൈവം പറഞ്ഞപ്പോൾ എല്ലാം പിടിപിടിൻ്റെ ഉണ്ടായി. പുല്ല് മരം ചെടി എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. മാങ്ങയും പ്ലാവും വാഴയും ഒക്കെ ഉണ്ടാക്കിയത് ദൈവമാണ്. പക്കിയും മീനും എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. കങ്കണ്ട കാഴ്ചകളെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. കൈരി ആളുണ്ടാക്കിയത് ദൈവമാണ്. ആദ്യം ദൈവം ഒരാണിനെയും പെണ്ണിനെയും ഉണ്ടാക്കി. പഴയ കാലത്തെ ഉണ്ടായ ആണിൻ്റെ പേര് ആദം. പഴയ കാലത്തെ ഉണ്ടായ പെണ്ണിൻ്റെ പേര് ഹവ. ഹവ ആദത്തിൻ്റെ വീട്ടുകാരിയാകുന്നത്. ദൈവം അവരെ രണ്ടാളെയും നല്ല താവില് ആക്കിയത്. ആ താവില് ഇഷ്ടംപോലെ പയങ്ങളുണ്ടാകുന്നത്, പലചേരി പയമം ഉണ്ടാകുന്നത്. എല്ലാ മരത്തിൽ പയമം തിന്നുവോള് ഒരു മരത്തിൽ പയം തിന്നേറ് എന്ന് ദൈവം അയക്കുട്ടറോട് പറഞ്ഞത്. ഇച്ചിരാദിവിയെ അയക്കുട്ടറോടെ നുണ പറഞ്ഞത്. ഏതെന്നാലും ഒരു മരത്തിലെ പയം തിന്നേറുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടോ? എല്ലാ മരത്തിലും തിന്നാം, ഒരു മരത്തിലെ തിന്നേറുണ്ട് ദൈവം പറഞ്ഞത്. ഇച്ചിരാദിയോടെ അയക്കുട്ടറെ അങ്ങനെ പറഞ്ഞു. ആ മരത്തിലെ പയ്യം തിന്നാൻ നല്ലതാണെന്ന് അയക്കുട്ടറോടെ ഇച്ചിരാദി പറഞ്ഞത്. ഇച്ചിരാദി പറഞ്ഞത് കേട്ട് ദൈവം തിന്നേറുണ്ട് പറഞ്ഞ മരത്തിലെ പയ്യം അവർ തിന്നു. ആയിക്കോട്ടെ ഇരിക്കണ താവില് ദൈവം വിയെ വിളിച്ചത്. ദൈവം വിളിച്ചത് കേട്ട് പേടിച്ചു വിയെ ഒളിച്ചിരിക്കണ്ടാരി. നീ എവിടെയാണെന്ന് ദൈവം അവരോട് ചോദിച്ചു. ഞാന് പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന് ആദം ദൈവത്തോടെ പറഞ്ഞത്. ഞാൻ തിന്നറെന്ന് പറഞ്ഞ മരത്തിലെ പയ്യം നിങ്ങൾ തിന്നതോ എന്ന് ദൈവം ചോദിച്ചു. ദൈവം തന്ന വീട്ടുകാരി പയം തന്നു, ഞാൻ തിന്നു. ദൈവം അവയോടെ ചോദിച്ചു, ഞാൻ തിന്നറെന്ന് പറഞ്ഞ പയ്യം നീ തിന്നോ? ഇച്ചിരാതി നുണ പറഞ്ഞ് എന്നെ പയം തീറ്റിച്ചത്. ദൈവം അവളോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേൾക്കാന്നുകൊണ്ട് നീ എന്തിനാ പാടുപൊട്ടേ ജീവിക്കത്തുള്ളൂ. ആവത്തോടെ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കാന്നുകൊണ്ട് തെണ്ടി തിരിഞ്ഞേ നീ ജീവിക്കത്തുള്ളൂ. കടച്ചയിൽ നീ ചാകാണ്ടി ഇരിക്കത്തില്ല. ദൈവം നല്ല താവിൽ നിന്റെ അയക്കോട്ടർ രണ്ടാളെയും പുറത്ത് കടത്തിയാര്. വേറൊരു താവിൽ പിയെ അയക്കോട്ടറെ വേലെടുത്ത് കണ്ടമാനം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. കൈരെ നീയും ഞാനും ഈ ആദത്തിനെ അവയെ പോലെ തന്നെ. കൈരെ ദൈവം പറഞ്ഞത് കേൾക്കാണ്ടി നമ്മ ജീവിക്കുന്നു. നമ്മ ദൈവത്തിക്ക് ഇഷ്ടമില്ലാടി ചെയ്ത് ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മളെയും ദൈവം ശിക്ഷിക്കും. എന്നാൽ ദൈവം നമ്മളോട് സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിൽ വന്നത്. മനുഷ്യനായി വന്ന ഈ ദൈവത്തിന്റെ പേര് യേശു. നമ്മൾ ചെയ്ത കുറ്റത്തിന് നമുക്ക് കിട്ടേണ്ട ശിക്ഷ. ആ ശിക്ഷ നമുക്ക് വേണ്ടി യേശു എടുത്തത്. യേശു നമ്മളെ പാവത്തിന് വേണ്ടി ചത്തുപോയ യേശു വീണ്ടും 3 ദിവസം ആകുന്നപ്പോൾ എളുമ്പി വന്നത്. യേശു ക്രിസ്തുവിനെ വിച്ഛേദിച്ചാൽ ആർക്കും ശിക്ഷയില്ല. യേശു ക്രിസ്തുവിനെ വിച്ഛേദിക്കാതിരുന്നാൽ ചത്തുപോയവൻ നരകത്തിലേക്ക് പോകും. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ചത്താൽ സ്വർഗത്തിലേക്ക് പോകും. യേശുവിനെ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. കൂട്ടുകാരാ, ഈ വഴിയില് ഒരു രാത്രി ഒരു കാളവണ്ടിക്കാരൻ പിയ്യാൻ. നല്ല ഇരുട്ടുള്ള സമയം അഞ്ഞത്. ഇരുട്ട് കാരണം കാളവണ്ടിക്കാരനെ വയ്യ നിശ്ചയില്ല അഞ്ഞത്. കാളവണ്ടിക്കാരൻ കവലില് എത്തി. കാളവണ്ടിക്കാരൻ കവലിലെത്തിപ്പം ഏത് വഴിക്ക് പോയതിൻ്റെ നിശ്ചയില്ല അഞ്ഞത്. കാളവണ്ടിക്കാരൻ വയ്യ നിശ്ചയില്ലാതുകൊണ്ട് ഒരു വഴിക്ക് പിയ്യാൻ. കാളയനെ ഒച്ച വെച്ച് അടിച്ചാൽ കാളയ്ക്ക് വെയ്യ് തിക്കലാഞ്ഞത്. കാളവണ്ടിക്കാരനൊക്കെ വെയ്യ് ഏതിൻ്റെ പോലും തിക്കലാഞ്ഞത്. കാളവണ്ടിക്കാരൻ ഇരുന്ന കുടിയിൽ വലിയ ബുദ്ധിമുട്ടാഞ്ഞത്. അവനിരുന്ന കുടിയിൽ വലിയ ഷോക്കേടും കട്ടെടുപ്പും അടിപിടിയും ബഹളം ആഞ്ഞത്. അതുകൊണ്ട് അവൻ താമസിപ്പാൻ ബുദ്ധിമുട്ടായിട്ട് നല്ല താവുകാത്ത് പിയ്യാൻ. അവൻ പീ നിലയ്ക്ക് കള്ളന്മാരും കട്ടെടുപ്പും ഇല്ലാൻ്റെ ഉത്തേജിച്ച് അവിടേക്ക് പിയ്യാൻ. അപ്പോൾ അവൻ പിയ്യ ഈ നിലയ്ക്ക് നല്ല കുടിയിൽ പീ എത്തുവിൻ്റെ അവൻ ഉത്തേജിച്ചാൽ. മനുഷ്യൻ്റെ ജീവിതം ഒരു വൈമാതിരിയാണ്. ഈ ജീവിതമായി വൈ കൂടി ഇൻ്റെ നമ്മ യാത്ര ചെയ്യണ്ട. നമ്മ ഏത് വൈക്ക് പോകാനെൻ്റെ തിക്കൊണ്ട. കാളവണ്ടിക്കാരനെ പോലെ വയ്യറിയാണ്ടിയാണോ നമ്മൾ ഇതിൻ്റെ പോകേണ്ടത്? നമ്മൻ്റെ പോൻ്റെ വയ്യ് ശരിയാണോ തെറ്റാണോ എൻ്റെ അറിഞ്ഞിട്ട് വേണം പോവാൻ. മരിച്ചു കഴിഞ്ഞിട്ട് നല്ല വയ്യാണിൻ്റെ നമുക്ക് തിരഞ്ഞെടുപ്പാൻ പറ്റത്തില്ല. ജീവിതം പാവവും തുക്കവും നിറഞ്ഞ ഒരു വയ്യാണ്. പിശാചിൻ്റെ തട്ടിപ്പുണ്ട് നമ്മ മോശമായ വയ്യിൽ പോൻ്റെ. പിശാചിൻ്റെ വാക്കുകേട്ട് ജീവിച്ചാൽ നമുക്ക് ദൈവത്തിനടുത്ത് എത്തുവാൻ പറ്റത്തില്ല. ഏത് വഴി പിയ്യാലും ദൈവത്തിനടുത്ത് എത്താൻ പറ്റുമോ? ചില ആൾക്കാർ ഈണ പറയേണ്ടാര് ഒരിക്കലും ഇല്ല. പല വയ്യും പാവമുള്ള വയ്യാണ്. ഈ വയ്യിൽ പിയ്യ നരകത്തിൽ പോകാം. ഈ നരകം പിശാചിൻ്റെ താവാണ്. നരകത്തിൻ്റെ നിലയിൽ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുള്ള നിലയാണ്. നരകത്തിലുള്ളവരെ ദൈവമായിട്ട് അടക്കാൻ പറ്റത്തില്ല. അവങ്ങ ദൈവമായിട്ട് വേറെ അകന്ന് നിൽക്കേണ്ടവർ.
ഈ നരകത്തിൽ നിന്റെ രക്ഷപ്പെടുവാമെങ്കിൽ ഒരിക്കലും സാധ്യമില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തിലേക്ക് പോകാനുള്ള വയ്യ് ഉണ്ടോ? ഉണ്ട്, ഒരു വയ്യ് ഉണ്ട്. മനുഷ്യൻ ഉണ്ടാക്കി വയ്യില്ലാത്. ഈ വയ്യ് നമുക്ക് എല്ലാവർക്കും ദൈവം ഉണ്ടാക്കി വയ്യാണ്. നന്മപ്രവർത്തനം കൊണ്ട് ഈ വയ്യിൽ പോകാൻ നോക്കണ്ട. ദൈവത്തിലേക്ക് വയ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പാവ വയ്യിൽ വിട്ട് യേശുക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പാവമെല്ലാം യേശുക്കുറിച്ചോടെ ക്ഷമിക്കാൻ പറയാം. യേശു നിന്റെ പാവമെല്ലാം ക്ഷമിച്ചു തരും. അപ്പോൾ യേശു നിന്നെ നല്ല വഴിയിലേക്ക് നടത്തും. യേശുവിൻ്റെ വഴിയിൽ പോകുന്നവർക്ക് സന്തോഷവും സമാധാനവും കിട്ടും. യേശു നമ്മളെ പാവം ക്ഷമിച്ചതുകൊണ്ട് സന്തോഷവും സമാധാനവും കിട്ടും. യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. സ്വർഗത്തിൽ ദൈവം ഉണ്ട്. അവിടെ എന്നും സന്തോഷവും സമാധാനവും. യേശുക്കുറിച്ചിനെ വിശ്വസിക്കാതെ ആർക്കും സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല. എൻ്റെ കേള്, ഈ വഴി ഇച്ചിരി പ്രയാസമുള്ള വഴിയാണ്. യേശുക്കുറിച്ചിൻ്റെ സഹായം കൂടാതെ ഈ വഴിയിൽ പോകാൻ നോക്കണ്ട. ഇത് സന്തോഷവും സമാധാനവും ഉള്ള നല്ല വഴിയാണ്. യേശുക്കുറിച്ചിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ നല്ല വഴിയിൽ നിന്നെ നടത്തും. നിന്നെ നല്ല വഴിയിൽ നടത്താൻ വേണ്ടി യേശുക്കുറിച്ച് നിനക്ക് വേണ്ടി മരിച്ചു. യേശു നീ ചെയ്ത പാപത്തിന് വേണ്ടിയാണ് മരിക്കാൻ കാരണം. നിനക്ക് കിട്ടേണ്ട ശിക്ഷയാണ് യേശു ഏറ്റെടുത്തത്. മരിച്ചു യേശു 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഉണർന്നു വന്നു. യേശു ഇന്നും ജീവിച്ചു ഇരിക്കുന്നു. യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ നരകത്തിൽ പോയില്ല. യേശുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും. യേശുവിനെ നീയെ ഇപ്പം തന്നെ വിശ്വസിക്കുക.